രാജ്ഭവൻ ഇന്നു മുതൽ ലോക് ഭവനാണ്. ഇങ്ങനെ പേരുമാറ്റം കൊണ്ട് എന്താണ് ഈ BJP RSSകാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ BJPയും നരേന്ദ്രമോദിയൊക്കെ ഭരണം തുടങ്ങിയതിന് ശേഷം കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് പേരുമാറ്റം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ റോഡുകളുടെ ആകാം, ഭവനങ്ങളുടെ ആകാം. ഇത്തരത്തിൽ ഇപ്പോൾ അതിലേറ്റവും അവസാനത്തതാണ് ഈ പറയുന്ന കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് ജനാധിപത്യ മനോഭാവത്തിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞ് രാജ്ഭവന്റെ പേര് മാറ്റി ലോക് ഭവനാക്കി. എന്ത് നേട്ടമായിരിക്കും നമുക്കിനി ഉണ്ടാകാൻ പോകുന്നത് ഈ പേരുമാറ്റത്തിലൂടെ? നോക്കൂ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഒരു വളഞ്ഞ വഴിയാണ്. അങ്ങനെയാണ് രാഷ്ട്രീയം മുന്നേറുക. അപ്പോൾ ഈ വളഞ്ഞ വഴി എന്ന് പറയുമ്പോൾ ജനങ്ങളെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ തരത്തിലുള്ള പ്രയത്നങ്ങൾ വേണ്ടിവരും. അടിമുടി പൊളിച്ചെഴുത്ത് വേണ്ടിവരും. അത് സ്വന്തക്കാരായ പലരെയും വേദനിപ്പിക്കും. അതുകൊണ്ട് നിലവിലുള്ള സംവിധാനത്തെ പരമാവധി അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും എന്നാൽ ചില നമ്പറുകൾ ഇറക്കി ജനങ്ങളെ ആവേശം കൊള്ളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചില തന്ത്രങ്ങൾ കൂടുതലായി നമുക്ക് നിലവിൽ ഈ പറയുന്ന BJP സർക്കാരിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിന്റെ ചില മാതൃകകൾ സംസ്ഥാന സർക്കാരുകളും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പഗണ്ട പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം കൃത്യമായി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ കബളിപ്പിക്കും വിധം, എന്നാൽ ചില കാര്യങ്ങളിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു തോന്നലുണ്ടാക്കാനുള്ള ഒരു തന്ത്രങ്ങളിൽ ഏറ്റവും വിജയകരമായി BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ RSSന് വേണ്ടി BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പേരുമാറ്റങ്ങൾ. നോക്കൂ, അലഹബാദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനും ജവഹർലാൽ നെഹ്റു ഒക്കെ വളർന്നു വന്ന വലിയൊരു നഗരത്തിന്റെ പേര് പ്രയാഗ് രാജാക്കി മാറ്റി. പേരുകൾ മാറ്റുന്നതും സാധാരണ ജനങ്ങളുടെ ജീവിതം തമ്മിൽ ഒരു വൈകാരിക ബന്ധം, ഇല്ലെങ്കിൽ ഗുണപരമായ ബന്ധം, ഞാൻ വൈകാരികമെന്ന് ഉദ്ദേശിച്ചത് അവരുടെ ജീവിത നിലവാരത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ അത് അംഗീകരിക്കാം. നമുക്ക് ഇവിടെ രാജ്ഭവൻ, അദ്ദേഹം പേര് ഈ പറയുന്ന അലേക്കർ, രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ, ഇത് ലോക് ഭവനാക്കി മാറ്റുന്നത് രാജ്ഭവൻ രാജാവിന്റെ ഭവനം അല്ല, മറിച്ച് നാളെ മുതൽ ഇത് ജനങ്ങളുടെ ഭവനമാണെന്ന് ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ പേര് മാറ്റത്തിലൂടെ ഈ പറയുന്ന ലോക് ഭവൻ ജനങ്ങളുടെ വീടായി മാറുമോ? 22,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ഒരു കൊട്ടാരമാണ് നമ്മൾ ഈ പറയുന്ന പഴയ ഭാഷയിൽ പറഞ്ഞ രാജ്ഭവൻ. അപ്പൊ കേരളത്തിലെ ജനങ്ങളുടെ ശരാശരി ജനങ്ങളുടെ ഒരു വീടിന്റെ വിസ്തീർണം കണക്കുകൾ പറയുന്നുണ്ട് 950 ചതുരശ്ര അടിയാണ്. അപ്പൊ ജനങ്ങളോടൊപ്പമാണ് താൻ ജീവിക്കേണ്ടതെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഈ പറയുന്ന സോക്കോൾഡ് 22,000 ചതുരശ്ര അടി വിസ്തൃതമായുള്ള കൊട്ടാരം, ഈ സംസ്ഥാനത്തെ തന്നെ പ്രധാന കൊട്ടാരങ്ങളിൽ ഒന്നായി ഇന്ന് മാറിയിട്ടുള്ള ഈ പറയുന്ന ഭവനം ഉപേക്ഷിച്ച് ആളുകളോടൊപ്പം ജീവിക്കലാണ്. കേവലം ജീവിക്കൽ മാത്രമല്ല, അവരുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തലാണ്. അങ്ങനെയല്ല, 3.5 ലക്ഷം രൂപ ശമ്പളം മാത്രവും, പിന്നെ TA-യും DA-യും അനന്തമായ സാഹചര്യങ്ങളുണ്ട്. TA D എഴുതിയെടുക്കാൻ അനന്തമായ സാഹചര്യം. അത് യാത്ര ചെയ്യുന്ന നമുക്കറിയാം, ജർമ്മനിയിൽ നിർമ്മിച്ച മെർസിഡസ് ബെൻസ് കാറിലാണ്. അപ്പം അതേസമയം അദ്ദേഹം പറയുന്നു, ഇത് കൊളോണിയൽ മൂല്യങ്ങളെ മായ്ച്ചു കളയാനാണ് താൻ ഈ പേര് മാറ്റുന്നത്. കൊളോണിയൽ ശീലങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പ്, ജനാധിപത്യം, സോഷ്യലിസം, പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇപ്പൊ നോക്കൂ, ഇന്ത്യയിലെ കേരളത്തിൽ RSSന്റെ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വിദ്യാലയങ്ങൾ പോലും പഠിപ്പിക്കുന്നത്, അവര് ഈ പറയുന്ന ഈ പറയുന്ന വന്ദേ ഭാരതം ഒക്കെ പാടണമെന്നൊക്കെ പറയെങ്കിലും അവരെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണെന്ന് മാത്രമല്ല CBSE-യോ ഇന്റർനാഷണൽ സിലബസോ ആണ്. അപ്പോ രാജ്യത്തിന്റെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളോട് താല്പര്യം കാണിക്കാതെ അതിനകത്ത് ചില നമ്പറുകൾ ഇറക്കി, നോക്കൂ, രാജാവിന്റെ ഭവനത്തിലല്ല ഞാൻ താമസിക്കുന്നത്, ഞാനിതാ ജനങ്ങളുടെ ഭവനത്തിലാണ് എന്ന ഒരു പേര് മാറ്റം കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ആളുകൾ ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ എളുപ്പരായി പോകും എന്നുള്ളതാണ് വസ്തുതാപരമായ. തീർച്ചയായിട്ടും. കാരണം ഈ പേരുകൾ മാറ്റി പുതിയ പേരുകളിലേക്ക് എത്തപ്പെടുമ്പോൾ ഇവർ കരുതുന്നത് ഇതിനകത്ത് വല്ലാതെ ഇവർ കുത്തിവെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. മാത്രമല്ല, വർഗീയത ഇങ്ങനെ ലഹരി മരുന്ന് പോലെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ താഴെത്തട്ടിലെ കുഞ്ഞു കുട്ടികൾ തുടങ്ങി മുകളിലേക്ക് എത്തുന്നവരിലേക്ക് വരെ ഇങ്ങനെ ലഹരിയുടെ ഉപയോഗം പോലെ, അല്ലെങ്കിൽ ലഹരിയുടെ ത്രസിപ്പിക്കൽ പോലെ അങ്ങനെ കുത്തിക്കയറ്റുകയാണ് ഈ വർഗീയത. അത്തരത്തിലേക്ക് എത്തപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള പേരുമാറ്റങ്ങൾ കൊണ്ട് അവർ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെയാണ് ഈ മറ്റൊരു ചിന്ത എന്നെ പലപ്പോഴും ഇങ്ങനെ അലോസരപ്പെടുത്തുന്നത്. അതായത്, ഈ സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ
ജീവിച്ചിരുന്ന പല നേതാക്കന്മാർ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാകുന്നതിന് മുമ്പ് ഒരു സംഘടനയായിട്ടിരുന്നതും അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ചതും അന്നുള്ള അവരുടെ നേതാക്കന്മാരും ഒക്കെ പിന്നെ അത് രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നതും പിന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ അത് തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിലേക്ക് എത്തപ്പെടുന്നതും അങ്ങനെ ആ പ്രസ്ഥാനം വളർന്നു നോക്കാൻ നമ്മുടെ കാഴ്ചയായിട്ടും ചരിത്രമായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അവർക്ക് പറയുവാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒട്ടനവധി നേതാക്കന്മാരുണ്ടായിരുന്നു കാഴ്ചവെക്കാൻ, അങ്ങോട്ട് പറയുവാൻ. തുടങ്ങിയാൽ മഹാത്മാഗാന്ധിയും ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അടക്കമുള്ള, മാത്രമല്ല അതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ബാലഗംഗാധര തിലകനും അല്ലേ, അങ്ങനെ ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രമായിട്ട് കോൺഗ്രസിന്റെ പടങ്ങളായിട്ട് മുമ്പിൽ ഇപ്പുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാത്തൊരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് പറയുവാൻ ആരുമില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ അവരെ ബ്രിട്ടീഷുകാരുടെ ഏറാമൂളികളായിട്ട് നിന്നതുകൊണ്ട് പറയാൻ ഒരു പേര് പോലും ഇല്ലാതാകുമ്പോഴാണോ ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവരെ സ്വന്തം പാർട്ടിക്കാരനാണ് എന്നുള്ള തരത്തിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്? പലപ്പോഴും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നത് കോൺഗ്രസ് മറന്നു പോകുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് BJP-കാർ അത് ചെയ്തിരിക്കും, അല്ലെങ്കിൽ RSS ചെയ്തിരിക്കും. അത്തരം തരത്തിലേക്ക് RSSും BJP-യൊക്കെ മാറിയിരിക്കുന്നു. സത്യത്തിൽ ഇവർക്ക് ഒരു ഈ പറയുന്ന പോലെ എടുത്തു പറയാൻ ഒരു പേരില്ലാത്തത് ഒരു വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ BJP? സ്വാഭാവികമായും അത് സ്വാതന്ത്ര്യ സമര കാലത്തും അതിനുശേഷവും അവരനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. ഇത് പറയുമ്പോഴാണ് ഒരേ സമയം ഇന്ന് BJP ഏറ്റവും പ്രധാനമായി ഉയർത്തുന്ന ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഒരു നിങ്ങളുടെ അയൽവക്കക്കാരൻ അയാളാണ് നിങ്ങളുടെ അയൽ പ്രശ്നത്തിന് കാരണം. ഇന്ത്യക്കുള്ളിൽ ആഭ്യന്തര ശത്രുക്കളുണ്ട്. അത് ആരാണെന്ന് ചോദിച്ചാൽ പുണ്യഭൂമിയും പിന്നെ പിതൃഭൂമിയും ഒന്നായിരിക്കുന്നവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇസ്ലാമിക മതവിശ്വാസികളെ സംബന്ധിച്ച്, ക്രിസ്ത്യൻ മതവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ പുണ്യഭൂമി എന്ന് പറയുന്നത് ജെറുസലേമും ഇല്ലെങ്കിൽ മക്ക മദീനയും ഒക്കെയാണ്. പുണ്യഭൂമിയും ജന്മഭൂമിയും പിതൃഭൂമിയും ഒന്നായിരിക്കുന്നവർ മാത്രമേ ഒരാൾ ഇന്ത്യക്കാരനായി മാറൂ അല്ലെങ്കിൽ ഭാരതീയനായി മാറൂ എന്ന് RSS പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ രാജ്യത്തിന്റെ ഉടമസ്ഥരായി അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പുകാരായി ഞങ്ങൾ മാത്രം യോഗ്യരാണെന്ന് ഇവർ അന്ധമായി ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഈ പറച്ചിൽ ശക്തമാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് രാജ്യത്തിന്റെ സാമ്പത്തികമായ സ്ഥിതി പരിശോധിക്കാം. നമുക്ക് രൂപയുടെ വില നിരന്തരമായി ഇടിയുന്നു. രാജ്യത്ത് കാർഷിക മേഖല എടുത്ത് പരിശോധിച്ചാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന, പട്ടിണി കിടക്കുന്ന, കടക്കാരായ കർഷകർ ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായി കൃഷി ചെയ്യാനാവുന്ന ഇന്ത്യൻ കർഷകരാണ്. കാർഷിക മേഖലയിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ, ഒരു ഹെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളുടെ അളവ് പരിശോധിച്ചാൽ ഈ ലോക ശരാശരിയിൽ താഴെയാണ് നമ്മുടെ പല കാര്യങ്ങളിലും, ഭൂരിപക്ഷം കാര്യങ്ങളിലും നമ്മുടെ അവസ്ഥ ഏതാണ്? നോക്കൂ, ഗതാഗത രംഗത്ത് തന്നെ നമ്മൾ ഇന്ന് പറയുന്ന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ നമുക്ക് സ്വയം വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ മടിച്ചു പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമ്മുടെ പ്രതിരോധ മേഖലയിൽ നമ്മൾ റാഫേൽ വിമാനം വാങ്ങുന്നു, അഭിമാനത്തോടെയാണ് പറയുന്നത്. ആരുടെ വിമാനം? ഈ പറയുന്ന വിദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റഫേൽ വിമാനം നമ്മൾ വാങ്ങുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നതൊക്കെ ഞങ്ങൾ ഇത് സ്വദേശിവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വദേശിവൽക്കരണം നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ ബൗദ്ധികമായി വലിയ നിലവാരമുള്ളവരാണ്. ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ എന്തിനേറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ സംഭാവന ചെയ്യുന്നത് ഇന്ത്യക്കാരാണെങ്കിൽ ആ സംഭാവനകൾ അവർ ചെയ്യേണ്ടി വരുന്നത് ബഹിരാഷ്ട്ര കുത്തകൾ, ഇന്ത്യക്ക് പുറത്തുള്ള ബഹിരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടിയാണ്. അപ്പൊ സാങ്കേതിക മേഖലയിലും അനുബന്ധ മേഖലയിൽ ഇന്നും നമ്മൾ ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിലൊക്കെ വളരെ പിന്നോക്കമായി നിൽക്കുമ്പോൾ, ചൈന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചില ജാർഗനുകൾ നടത്തി, നമ്മൾ രാജ്ഭവൻ എന്നത് ഒരു കൊളോണിയൽ പേരാണ്, അതുകൊണ്ട് ഇതിനെ നമ്മൾ ലോക് ഭവൻ ആക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ എന്താണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്? രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവമായ ഇടപെടലുകൾ നടത്തണം. നമുക്കറിയാം, ഇപ്പൊ മെട്രോ ട്രെയിനുകൾ സ്ഥാപിക്കുമ്പോൾ അതിന്റെ ബോഗികൾ ഇപ്പോഴും ജപ്പാൻ സാങ്കേതിക വിദ്യയോ ചൈനീൻ സാങ്കേതിക വിദ്യയോ സൗത്ത് കൊറിയൻ സാങ്കേതിക വിദ്യയോ നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മളിപ്പം വലിയ ഹിന്ദുത്വയെ പറ്റി പറയുന്നു, നമ്മളൊക്കെ ഇന്ത്യനൈസ് ചെയ്യണമെന്ന് പറയുന്നു. പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ ചെരുപ്പ് എടുത്ത് പരിശോധിക്കാം. ചെരുപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാർക്ക് അറിയാമല്ലോ. ആ ചെരുപ്പുകളിൽ ഇന്ത്യക്കാരായ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന ഒരു അമേരിക്കൻ നിർമ്മിത ചെരുപ്പാണ്. അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ ഒരു ചെരുപ്പിന്റെ കാര്യത്തിൽ പോലും നിങ്ങൾ പോകുന്നത് അമേരിക്കൻ നിർമ്മിത ചെരുപ്പ്, ഇല്ലെങ്കിൽ വുഡ്ലാൻഡ്, ഇല്ലെങ്കിൽ പ്യൂമ. അപ്പൊ നോക്കൂ, നമ്മുടെ രാജ്യത്തെ ദൈനംദിന ജീവിതത്തിൽ ഒരു പിടി ആളുകൾ വിദേശ ഉൽപ്പന്നങ്ങളുടെ പിന്നാലെ പോകുന്നു. അവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ മാർഗമില്ല, രൂപയുടെ വില ഇടിയുന്നു, വിലക്കയറ്റം വർദ്ധിക്കുന്നു. അപ്പോഴാണ് കേരള ഗവർണർ വലിയ കണ്ടുപിടുത്തം നടത്തിയത്. നമ്മൾ കൊളോണിയൽ പേരുകൾ ഉപേക്ഷിക്കുന്നു, നമ്മൾ എന്നിട്ട് രാജ്ഭവനെ നമ്മൾ ലോക് ഭവനാക്കി 22,000 ചതുരശ്ര അടിക്കുള്ളിൽ ഞാൻ 3.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങി താമസിക്കും, അങ്ങനെ നമ്മുടെ രാജ്യത്തെ വിഭജിപ്പിക്കാമെന്ന്. ജനാധിപത്യ മനോഭാവത്തിലേക്ക് എത്തുന്നു എന്നാണ് അതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ലോക് ഭവനോ രാജ്ഭവനോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവരിങ്ങനെ പേരുമാറ്റം നടത്തിയിട്ട് നമ്മുടെ ദാരിദ്ര്യം തീർന്നു എന്നുള്ളതാണ്. ദാരിദ്ര്യം മാത്രമല്ല, നമ്മൾ പറയുന്നല്ലോ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? തൊഴിലില്ലായ്മയാണ്. ചെറുപ്പക്കാർക്ക് ന്യായമായ തൊഴിൽ നേടാനുള്ള അവസരമാണ്. ജീവിത ചെലവുകൾ പരമാവധി കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കലാണ്. ഓരോ ചെറിയ കുടുംബത്തിനും മിച്ചമുണ്ടാകുന്ന സാമൂഹ്യ സഹായം ഉണ്ടാകലാണ്. നാട്ടിൽ മയക്കുമരുന്നിന്റെ വ്യാപനം കുറവാണ്. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു സംഭാവന അതിനെയൊക്കെ സഹായകരമാകുന്ന തരത്തിലാണ് ഈ പേരുമാറ്റമെങ്കിൽ ഈ അല്ലേക്കറെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. അങ്ങനെയല്ല കാര്യം. അദ്ദേഹം വന്ന ഗോവ എടുത്താൽ രാജ്യത്തെ ഏറ്റവും വലിയ ചൂതാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ആ ചൂതാട്ടം നടത്തുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ കടലിൽ പിന്നെ നങ്കൂരമിട്ടിരിക്കുന്ന 10 നൗകയിലാണ്. അതാണ് ഗോവയുടെ ഏറ്റവും പ്രധാന വരുമാനം. അപ്പൊ അദ്ദേഹം ഈ കൊളോണിയൽ മൂല്യങ്ങളെ കഴുകിക്കളയാൻ അദ്ദേഹം കേരളത്തിൽ കടന്ന് ഇത്ര പാടുപെടുമ്പോ സ്വന്തം നാട്ടിൽ സ്വന്തം സംഘത്തിന്റെ ഭാഗമായി വളർന്നു വന്ന് രാഷ്ട്രീയം കളിച്ച് ഗോവയിൽ BJP അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ തൻ്റെതായ സംഭാവന ചെയ്ത് അദ്ദേഹത്തിന് ആ നാട്ടിലെ ചൂതുകളിയെങ്കിലും അവസാനിപ്പിക്കാൻ, അതും നിങ്ങൾ പറയുന്ന മഹാഭാരതത്തിലെ ചൂതുകളിയുടെ മാതൃകയാണെങ്കിൽ വേണമെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറയും. ഇതല്ല, വൈദേശിക താല്പര്യമുള്ള ബാറുകളും മറ്റും പ്രവർത്തിക്കുന്ന വലിയ ചൂതുകളി, 10,000 കോടിയിലധികം രൂപയുടെ ടേൺ ഓവറുള്ള ചൂതുകളി അവിടെ നടക്കുന്നു. കേരളമാണെങ്കിൽ പലതരത്തിൽ പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കേരള സർക്കാർ പല മേഖലകളിലും പ്രതിസന്ധിയാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഗവർണർ താൻ താമസിക്കുന്ന ഈ കൊട്ടാരത്തിന്റെ പേര് മാറ്റിയാൽ ഈ നാട് നന്നാകുമെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തെ നമുക്ക് പുച്ഛിച്ച് തന്നെ തള്ളേണ്ടി വരും. ഗവർണർ എന്ന തരത്തിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളിത് പറയാൻ നിർബന്ധിതമാകുന്നതിൽ ക്ഷമിക്കുക.